UDF ഭരണകാലത്ത് ശബരിമലയിൽ നടന്ന അഴിമതികൾ ചർച്ചയാക്കി മാറ്റാൻ ഇടതുപക്ഷ നീക്കം. ബെയിലി പാലം മുതൽ ശർക്കര ഇടപാടിൽ വരെ വൻ അഴിമതികൾ നടന്നുവെന്ന ആരോപണം വീണ്ടും ശക്തമായി ഉയരുന്നു. UDF നടത്താനൊരുങ്ങുന്ന അയ്യപ്പ സംഗമത്തിനെതിരെ പ്രതിരോധ തന്ത്രങ്ങൾ മെനഞ്ഞ് CPM നേതൃത്വം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രമുഖ ഹൈന്ദവ സംഘടനകളായ NSSും SNDPയും ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള നയസമീപനങ്ങൾ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അഴിമതിയുടെ കൂത്തരങ്ങായി മാറുന്ന ദേവസ്വം ബോർഡുകളെ പിരിച്ചുവിടണമെന്ന മട്ടിൽ അത്യന്തം രൂക്ഷമായിട്ടാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. NSSും ഈ വിഷയത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സമീപനമല്ല കൈക്കൊണ്ടത്. കുറ്റവാളികളെ ഉടനടി കണ്ടെത്തണമെന്നും സർക്കാരും നിയമ സംവിധാനങ്ങളും ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായി ഇടപെടണമെന്നാണ് NSS നേതൃത്വവും ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വർണ്ണപ്പാളി കടത്ത് സംബന്ധിച്ച വിവാദങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ആസൂത്രിത നീക്കവുമായി UDF കേന്ദ്രങ്ങൾ ഇതിനോടകം രംഗത്തു വന്നു കഴിഞ്ഞു. നിയമസഭാ സമ്മേളനത്തെ പ്രതിപക്ഷം പ്രക്ഷുബ്ധമാക്കിയതും ഇതേ ലക്ഷ്യങ്ങൾ മുൻനിർത്തി തന്നെയാണ്. കൂടാതെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് മറ്റൊരു അയ്യപ്പ സംഗമം നടത്താനും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുൻകാല കോൺഗ്രസ് ഭരണകാലത്ത് ശബരിമലയിലെ ഭരണവീഴ്ചകളെ വീണ്ടും ചർച്ചാ വിഷയമാക്കാനും അതുവഴി മുഖം രക്ഷിക്കാനുമുള്ള നീക്കങ്ങളുമായി ഇടതുപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത്. UDF ഭരണകാലത്ത് നടപ്പാക്കിയ ബെയിലി പാലം, വനവൽക്കരണ നീക്കം, ശർക്കര കരാർ, പ്രശ്നപരിഹാര വിവാദം, ശ്രീകോവിലിലെ സ്ത്രീ സ്പർശ ആരോപണം തുടങ്ങിയ UDF കാലത്തെ വിവാദങ്ങൾ എന്നിവയൊക്കെ പ്രാദേശിക തലത്തിൽ തന്നെ വീണ്ടും ചർച്ചാ വിഷയമാക്കാനാണ് ഇടതുപക്ഷം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ശബരിമലയെ കട്ടുമുടിക്കുന്നത് UDF ആണെന്നും അവർ ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങളിലും പ്രതിഷേധങ്ങളിലും തെല്ലുപോലും ആത്മാർത്ഥതയില്ലെന്ന പ്രചരണങ്ങളാണ് ഇടതുപക്ഷം ആരംഭിച്ചിരിക്കുന്നത്. ശബരിമലയിലെ തിരക്കൊഴിവാക്കാനായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിലൂടെ കോടിക്കണക്കിന് രൂപ നഷ്ടമായി എന്നാണ് ഇടതുപക്ഷം ഉയർത്തുന്ന ആരോപണം. അന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണിയാണ് ശബരിമലയിൽ ബെയിലി പാലത്തിന് മുൻകൈയെടുത്തത്. ജോധ്പൂരിൽ പ്രതിരോധ വകുപ്പ് ഉപേക്ഷിച്ച ബെയിലി പാലത്തിന്റെ ഭാഗങ്ങൾ ശബരിമലയിൽ എത്തിച്ച് അവിടെ പാലം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. ഇത് സൗജന്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ നൽകിയതെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കോടികൾ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചുവെന്നാണ് രേഖകൾ. ദീർഘവീക്ഷണമില്ലാതെ നടപ്പാക്കിയ ഈ ബെയിലി പാലം ഇന്ന് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. UDF ഭരണകാലത്ത് തന്നെയാണ് അയ്യപ്പ വിഗ്രഹത്തിൽ സ്ത്രീ സ്പർശം ഉണ്ടായതെന്ന പ്രചരണവും ഉണ്ടായത്. കന്നഡ നടി ജയമാലയെ ജ്യോത്സ്യനായ ഉണ്ണികൃഷ്ണ പണിക്കർ ഇതിനായി നിയോഗിച്ചു എന്നും ആരോപണം ഉയർന്നിരുന്നു. സംഭവത്തിൽ ഉണ്ണികൃഷ്ണ പണിക്കർക്കെതിരെ കേസ് എടുത്തിട്ടുമുണ്ടായിരുന്നു. ഇതേ ഉണ്ണികൃഷ്ണ പണിക്കരെ ഉപയോഗിച്ച് ദേവസ്വം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരം നടത്തുകയും തുടർന്ന് ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശബരിമലയിൽ നടത്തുകയും ചെയ്തു. സന്നിധാനത്തിലെ ഭസ്മക്കുളം മാറ്റി സ്ഥാപിക്കണമെന്നും ചില കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയത് പണിയണമെന്നും ജ്യോത്സ്യനെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നുവെന്നായിരുന്നു അന്നുയർന്ന ആരോപണം. ഈ വിധം നിർമ്മാണ പ്രവർത്തനങ്ങൾ വഴി കോടികൾ തട്ടിയെടുക്കാനാണ് കോൺഗ്രസ് സർക്കാർ ശ്രമിച്ചതെന്ന ആരോപണമാണ് അന്ന് പ്രതിപക്ഷം ഉയർത്തിയത്. 2005 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെയാണ് പമ്പയിലും നിലയ്ക്കലിലുമായി 305 ഏക്കർ വനഭൂമി ദേവസ്വം ബോർഡിന് വേണ്ടി ഏറ്റെടുക്കാൻ നീക്കം നടന്നത്. വനവൽക്കരണത്തിന് വേണ്ടിയായിരുന്നു ഇതെന്നായിരുന്നു UDF സർക്കാരിന്റെ അവകാശവാദം. അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയും ദേവസ്വം പ്രസിഡന്റ് G. രാമൻ നായരും പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും വനവൽക്കരണ പദ്ധതി പ്രാവർത്തികമായില്ല. എന്നാൽ പദ്ധതിക്ക് വേണ്ടി 7.5 കോടി രൂപ ഇതിനോടകം ചെലവഴിച്ചിരുന്നു എന്നായിരുന്നു ദേവസ്വം രേഖകൾ. ആ തുകയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിന് വ്യക്തമായ മറുപടി ഇതുവരെയും ലഭിച്ചിട്ടില്ല. കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരിക്കെ ആന്ധ്രയിൽ നിന്നും ശർക്കര വാങ്ങിയതിലും കോടികളുടെ അഴിമതി നടന്നതായും അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. UDF ഭരണകാലത്ത് ശബരിമലയിൽ നടന്ന ഈ വിധം അഴിമതി ആരോപണങ്ങളെ വീണ്ടും സജീവമായി ഉയർത്തിക്കൊണ്ടുവരാനും അത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ ആയുധമാക്കി മാറ്റാനുമാണ് ഇടതുപക്ഷം കഠിന ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. UDFന്റെ നേതൃത്വത്തിലും അയ്യപ്പ സംഗമം നടക്കാനിരിക്കെ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിധം ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കോൺഗ്രസ് നേതൃത്വം നന്നായി ബുദ്ധിമുട്ടേണ്ടി വരും.